ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വീണ. ഇത് നമ്മുടെ വ്ളോഗിങ് ചാനലാണ്. എൻ്റെ ഒരു ഇംഗ്ലീഷ് ചാനലിലൂടെ ഉണ്ട്. അത് നമ്മുടെ അല്ലാത്ത ഈ റിവ്യൂ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് അത്. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 20-ാം തീയതിയാണ്, നവംബർ 20-ാം തീയതി. അപ്പം ഞാൻ റെഡി ആവുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് റെഡി ആവുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഒരു സ്കാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവുകയാണ്. മിനിമൽ മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെയും നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ. അതായത് ഭയങ്കര തിരക്കായിരുന്നു. ഈവൻ സ്കാനിന് വരെയാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തു നമുക്ക് സ്കാനും കഴിഞ്ഞ് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തിരിച്ച് വരാനായിട്ട്. നമ്മൾ രാവിലെ പോയതാണ്. ഒരു 10 മണി സമയത്തായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻറ്റ്. അപ്പം നമ്മൾ രാവിലെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്നത് ഏകദേശം 1-1:30 നമ്മൾ തിരിച്ചെത്തിയപ്പം. അപ്പം ഒരുപാട് സമയമെടുത്തു. അതുപോലെ തന്നെ സ്കാന് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് സ്കാനായിരുന്നു. അപ്പം അതിൻ്റെ അകത്തിൽ എനിക്ക് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലസൻ്റ കുറച്ചൊരു ഫ്രണ്ട് ലോവർ സൈഡിലായിട്ടാണ് എൻ്റെ പ്ലസൻ്റ ഉള്ളത്. അപ്പം പുള്ളിക്കാരത്തി എന്നോട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഇച്ചിരി മുകളിലേക്ക് പോകണം. അപ്പം അങ്ങനെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ദൈവം സഹായിച്ച്. അപ്പം അങ്ങനെ നമ്മൾ സ്കാനിങ്ങും കഴിഞ്ഞ് ഡോക്ടർ വിസിറ്റും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് അപ്പോഴത്തേക്കിനും തന്നെ ഉച്ച സമയം ആയി. അപ്പം ഞാൻ വേഗം തന്നെ ഏട്ടനുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കുകയാണ്. അതായത് ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഇരിപ്പുണ്ടായിരുന്നു. അത് ജസ്റ്റ് എടുത്ത് ചൂടാക്കുകയും ഒക്കെയാണ്. അപ്പം ഏട്ടൻ വന്നിട്ട് ജസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തു പെട്ടെന്ന് കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ട്. കാരണം ഏട്ടനും ഓഫീസിൽ പോകാൻ ഒരുപാട് ലേറ്റ് ആവണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനും വന്ന് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഏട്ടനാണ് ആദ്യം കഴിച്ചിട്ട് എഴുന്നേറ്റത്. കാരണം ഏട്ടന് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഏട്ടൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടുപേരും മാത്രമായതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഈ ജേർണി. കാരണം അറിയാമല്ലോ, നമുക്ക് ഈ സമയത്ത് ആൾക്കാർ വേണം. എന്നാലും അമ്മയ്ക്കും, അതായത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ മദർ ഇൻ ലോയ്ക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അമ്മ 2 മാസം വന്നിട്ടുണ്ടായിരുന്നു. അറിഞ്ഞപ്പം ലൈക്ക് ഇനീഷ്യൽ 2 മാസത്തേക്കിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിയുടെ എക്സാമൊക്കെ കാരണം അമ്മയ്ക്ക് തിരിച്ച് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ആരും നോക്കാനൊന്നുമായിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന കുറച്ച് നാളിങ്ങനെ പോയിട്ട് അടുത്ത സ്കാൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്താണെന്ന്. അപ്പോൾ ഇപ്പം എന്തായാലും ട്രാവലിനും നോ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. അതുകൊണ്ട് ഇപ്പം എനിക്ക് ബാംഗ്ലൂർക്കും പോകാൻ പറ്റില്ല. ബാംഗ്ലൂരിലാണ് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. എൻ്റെ മദർ ഇൻ ലോ താമസിക്കുന്നത് കേരളത്തിലാണ്. അപ്പം എനിക്ക് ട്രാവലിങ് ചെയ്യാൻ പറ്റില്ല അത് കാരണം. അപ്പോൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ എടുത്തിട്ട് കഴിക്കുന്നത്. അപ്പം ഏട്ടൻ എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കിനും ഞാനും എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഒരു ദിവസം മൊത്തം നമ്മുടെ സ്കാനിങ്ങിൻ്റെ ഇതിൽ തന്നെ പോയി. നമ്മൾ എനിവേ സാറ്റിസ്ഫൈഡും ആണ്. ബട്ട് നമ്മൾ ഹോപ്പ്ഫുള്ളി ലൈക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീരും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും ഇല്ല, ദൈവം സഹായിച്ച്. ചിലവർക്കൊക്കെ പ്ലസൻ്റ ഭയങ്കര ലോ ലൈയിങ് ആയിരിക്കും.
അതിൻ്റെ അകത്തിൽ ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് ഉണ്ടാവാം. അതുപോലെ തന്നെ അതപ്പോൾ സെക്ഷനിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. ഇപ്പം ഏട്ടൻ ഇറങ്ങാൻ പോയപ്പോഴാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെരുപ്പൊക്കെ ഊരി നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാം നല്ല രീതിയിൽ നമുക്ക് തന്നതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഹാപ്പിയാണ്. ബേസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ടും ഹാപ്പിയാണ്. ഈ സ്റ്റേജിൽ നമുക്ക് കടന്നു പോവാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടായാലും ഏട്ടൻ അങ്ങനെ ഇറങ്ങി. ഏട്ടൻ ഓഫീസിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം ഞാൻ അത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ ശരിക്കും രാവിലെ തൊട്ട് പോയതുകൊണ്ട് ഇച്ചിരി നേരം പോലും ഞാൻ കിടന്നില്ല ശരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് പണികളുണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പണികൾ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുന്നേൽക്കൽ ഏകദേശം ഒരു സന്ധ്യ സമയമാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ആ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ കിച്ചൺ വർക്ക് ചെയ്യാണ്. അപ്പം അതാണ് ഇവിടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, അതായത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അമ്മ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഇതുപോലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ആരെങ്കിലും അങ്ങനെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 1-2 ആൾക്കാരെയൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. ജസ്റ്റ് റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ വിളിക്കാനുള്ളവരെയൊക്കെ വിളിച്ച് സംസാരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, വേറൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ടാർഗറ്റ്. അപ്പം ഞാനിവിടെ കിച്ചണിൽ വന്നു. കുറച്ച് അതായത് ഈ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ വേസ്റ്റ് കളയാനുള്ളതൊക്കെ വേസ്റ്റ് കളഞ്ഞു. പാത്രങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കിനും ഞാൻ ചായക്കും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുടിക്കാറുള്ളൂ. കാരണം അങ്ങനെ തണുപ്പായിട്ടില്ല. തണുപ്പാവുമ്പം ഞാൻ ഡെയിലി ബേസിസിൽ ഒരു കപ്പ് ചായ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. ആ പാത്രം ഒക്കെ സോർട്ട് ചെയ്യുന്ന ആ സമയം കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കി ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കംഫർട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പിന്നെ ഈ സോഫയിൽ തന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നിട്ട് എനിക്ക് വിളിക്കാനുള്ളവരെയും, അതായത് കുറച്ച് ഫാമിലി മെമ്പേഴ്സിനോട് പറയാനുണ്ടായിരുന്നു. ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോടും പറഞ്ഞു. അങ്ങനെ കുറച്ച് ആൾക്കാരെ, അതായത് ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, അവരോട് മാത്രം നമ്മളിങ്ങനെ ഈ ഡോക്ടർ വിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6-7 മണി വരെ നമ്മളവിടെ കിടന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു. നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് വാക്കൊക്കെ ചെയ്യാം. ഇപ്പം എന്നോട് റെസ്റ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ നോക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ ആണെങ്കിൽ ശരിക്കും ലോ ലൈയിങ് തന്നെയായിരുന്നു. അപ്പോൾ അവൾ മിക്ക സമയത്തും ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾ എന്നോട് സജസ്റ്റ് ചെയ്തായിരുന്നു, നീ കംപ്ലീറ്റ് ആയിട്ടും ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തോ. കാരണം ഇത് ഇച്ചിരി റിസ്ക്കിയാണ്. അവളുടെ ആണെങ്കിൽ പ്രീമെച്യൂറായിട്ടുള്ള ബേബി ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനിത് പറഞ്ഞപ്പം. അങ്ങനെ നമ്മൾ കുറേ നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കിനും നമ്മൾ കതവൊക്കെ അടച്ചിട്ട് നമ്മളിനി കുളിക്കും. കുളിച്ചിട്ട് ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ്
അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുക്കളയിലുണ്ടായിരുന്ന പാത്രങ്ങൾ, അന്നേരം ഞാൻ പാത്രം കഴുകിയില്ല, ജസ്റ്റ് സോർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ, വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിനി ഇച്ചിരി പാത്രം ഉണ്ടായിരുന്നത് അത് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സമയത്ത് എനിക്ക് ഉള്ള സിംറ്റംസ് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ഗ്യാസി ഫീലിംഗ് ഉണ്ട്. പിന്നെ ചില ഫുഡ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കഴിക്കുന്നത്. ഇത് രണ്ടുമാണ് മെയിൻ. പിന്നെ എനിക്ക് ബ്രസ്റ്റിൽ കുറച്ച് പെയിനായിട്ടുണ്ട്, ഭയങ്കര സെൻസിറ്റീവാണ് നിപ്പിൾസ്. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ സിംറ്റംസ് പറയാനാണെങ്കിൽ. പിന്നെ ഗ്യാസ് ഉള്ള കാരണം തന്നെ നമ്മുടെ വയറിപ്പം അത്യാവശ്യം ഗ്യാസ് കാരണം തന്നെ ഇങ്ങനെ ഇല്ല, പൊന്തിയാണ് ഇരിക്കുന്നത്. എൻ്റെ നാച്ചുറൽ വയറാണ് ശരിക്കും ആവേണ്ടത്, എന്നാലും എനിക്ക് കുറച്ച് വയറുള്ള പോലെ തോന്നും. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരുമാതിരി ഫുട്ബോൾ പോലെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും ഗ്യാസ് കാരണം. ഗ്യാസ് ഭയങ്കരമായിട്ടും കൂടിയിട്ട് അങ്ങനെ തോന്നും, ഭയങ്കര ഹെവി ഫീലിംഗ് ഒക്കെയാണ് അപ്പോൾ തോന്നുന്നത്. അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഞാൻ എൻ്റെ ദിവസം വൈൻഡ് ഡൗൺ ചെയ്യുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മൂവി എന്തെങ്കിലും കണ്ട് അങ്ങനെ നമ്മുടെ ദിവസം ഒന്ന് വൈൻഡ് ഡൗൺ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡോക്ടർ വിസിറ്റും ഇന്നത്തെ ഒരു ഡേയുടെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വ്ളോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഗൈസ്.